അടിമാലിയിൽ മാതാപിതാക്കളുടെ പീഡനത്തിനിരയായ 9 വയസ്സുകാരൻ നൌഫൽ ഇടുക്കിയുടെ വേദനയാകുമ്പോൾ 3 വർഷം മുൻപ് സമാന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഷെഫീഖ് ഇപ്പോൾ സന്തോഷവാനാണ്. ആശുപത്രിയിലെ അമ്മ താരാട്ടുള്ള റൂമിൽ കളിച്ചും ചിരിച്ചും പോറ്റമ്മയായ രാഗിണിക്കൊപ്പം സുഖമായിരിക്കുകയാണ് ഷെഫീഖ്. വേദനകളുടെ ബാല്യം വിട്ടുമാറാത്ത ഷെഫീഖ് അന്ന് കേരളത്തിന്റെ ആകെ പ്രാർത്ഥനയായിരുന്നു. അതോടെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. സഹതാപവും സമ്മാനങ്ങളുമായി കാണാനെത്തിയ വിഐപികളുടെ തിരക്കുമൊഴിഞ്ഞു. ഷെഫീഖിനെ ഏറ്റെടുത്ത അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിൽ അമ്മത്താരാട്ട് എന്ന കൊച്ചുമുറിയിൽ സ്വന്തം മാതാവിൽ നിന്നും ക്രൂരത മാത്രം ഏറ്റുവാങ്ങിയ ഷെഫീഖിന് പുനർജന്മം നൽകിയ രാഗിണിയുമൊത്ത് വളരെ സന്തോഷവാനായി ഇവിടെയുണ്ട്. 2013 ജൂലൈ 13 കുമളിയിൽ രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരപീഡനത്തിനിരയായി ഷെഫീഖ് ആശുപത്രിയിലെത്തിയത്. അന്നത്തെ ഷെഫീഖിന്റെ അവസ്ഥ നമ്മൾ ഒന്നുകൂടി കാണുക. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധിയെഴുതിയ ആ ബാലൻ ഇപ്പോൾ മിടുക്കനായിരിക്കുന്നു. ആശുപത്രി കിടക്കയിൽ കിടന്ന ഷെഫീഖ് ഇപ്പോൾ എഴുന്നേറ്റിരിക്കാവുന്ന അവസ്ഥയിലെത്തിയെന്ന് ഡോക്ടർ KP ഷിയാസ് പറഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചാൽ ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അവൻ്റെ ശ്വാസകോശ സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറുകലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരമണിക്കൂർ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ അത്യാസന നിലയിൽ കഴിയുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടി എന്ന പോലെ ഓരോ വീട്ടമ്മയും പ്രാർത്ഥിച്ചു, കണ്ണീരൊഴുക്കി. അതിന്റെ ഫലമായി ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ഷെഫീഖ് പഠിക്കുകയാണ്. ഒത്തിരി കളിക്കൂട്ടുകാരും കളിപ്പാട്ടങ്ങളുമായി ഈ മിടുക്കൻ സ്വന്തം അമ്മയേക്കാൾ സ്നേഹം നൽകിയ രാഗിണിയുമൊത്ത് ഇപ്പോൾ ഇവിടെ സുഖമായി കഴിയുകയാണ്. കുട്ടികളോടുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഷെഫീഖ്. ഷെഫീഖിന്റെ അമ്മത്താരാട്ട് മുറിയിൽ നിന്നും VS ഹൈദർ അലി, റിപ്പോർട്ടർ.